ഇപ്പോൾ മാധ്യമപ്രവർത്തകനായ ജോർജ് കള്ളിവേലിൽ കൂടെ നമ്മോടൊപ്പം ചേർന്നുണ്ട്. ശ്രീ ജോർജ് കള്ളിവേലിൽ, ഈ യുദ്ധം തനിക്ക് യുദ്ധമല്ല വേണ്ടത്, സമാധാനമാണ് വേണ്ടത് എന്ന് ട്രംപ് പറയുമ്പോഴും വീണ്ടും ഇറാനെതിരെ ഒരു ആക്രമണത്തിനുള്ള സൂചനകളാണ് ട്രംപ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ വാക്കുകളും പ്രവൃത്തിയും തമ്മിൽ യോജിക്കുന്നതാണോ? വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു യോജിപ്പുമില്ല എന്ന് മാത്രമല്ല, യുദ്ധങ്ങൾക്കെതിരാണ്, സമാധാനത്തിന്റെ നായകനാണെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നയാളാണ്. അധികാരത്തിൽ വന്നപ്പം മുതൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാനത്തെക്കുറിച്ച് പറയുകയും സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് തന്നെക്കാൾ അർഹനായി ആരുമില്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന ഒരാളാണ്. അദ്ദേഹമാണ് പെട്ടെന്ന് മാറ്റം വരുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു 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 ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു ആക്രമണത്തിന് കൂടി വീണ്ടും ഈ ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ, അതിലുള്ള ഗതാഗതം തുറന്നില്ലെങ്കിൽ അവിടെ ഇറാന്റെ ഊർജ പ്ലാന്റുകളെ, പവർ പ്ലാന്റുകളെ അറ്റാക്ക് ചെയ്യുമെന്നാണല്ലോ പുതിയതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊരു ഒരു ഒരു 48 മണിക്കൂറിനകം ഇത് തുറക്കണമെന്നും ഒക്കെയാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് ഈ നിലയിൽ കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്കറിയാവുന്നതുപോലെ ഇസ്രയേലും ഇവിടെ ആക്രമണം ഇറാനിലേക്കും തിരിച്ചും ആക്രമണം ശക്തിപ്പെടുകയാണ്. എന്തായാലും ഇതൊരു ഒരു ഒരു കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത്, കഴിഞ്ഞ വൈകുന്നേരം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഈവനിങ് ഓഫ് ബാറ്റിലാണ് അവിടെ ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം ഒരു 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 ഇസ്രായേലിന്റെ ദിമോനായി, അരാദ് എന്ന് പറയുന്ന നഗരങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾ വലിയ തോതിലുള്ള നഷ്ടങ്ങളും ഏതാനും പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നും കരുതേണ്ടതുണ്ട്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടക്കുകയാണ്. ഇറാനിലെ വലിയ തോതിലുള്ള ആക്രമണമാണ് അമേരിക്കയും ഇസ്രായേലും നടത്തി വരുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 1600 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. 200 നഗരങ്ങളിൽ ഇറാനിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ സൗദി അറേബ്യയും നമുക്കറിയാവുന്ന പോലെ തന്നെ 60 ഡ്രോണുകൾ ഇന്നലെയെങ്കിലും അത് ഇന്റർസെപ്റ്റ് ചെയ്ത് തകർത്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആക്രമണങ്ങൾ വളരെ ശക്തമാണ്. നമുക്കറിയാം, ലോങ് റേഞ്ച് മിസൈൽ വിട്ടത് ഡീഗോഗാർഷ്യയിലേക്ക് വിട്ടത് ഒരു വർഷമാണ്. അപ്പൊ ഇത് ഇനി എവിടെയും ആക്രമിക്കാം. ഇനി അത് ലണ്ടനിലും യൂറോപ്പിന്റെ മറ്റു രാജ്യങ്ങളിലും ഒക്കെ ഇത് ആക്രമണം ഉണ്ടാകുമെന്നൊരു ഭയപ്പാടുണ്ട്. ഇത് വെളുക്കാൻ തേച്ചത് പാണ്ട എന്നോ അല്ലെങ്കിൽ ഉദ്ദേശിച്ചതിന്റെ അപ്പുറത്ത് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഒരിക്കലും ഇറാന്റെ UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് അത്യാവശ്യം താവളം ഒരുക്കിയത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി കൂടിയായിരുന്നു. പക്ഷെ ഇപ്പോ അതിന്റെ പേരിലാണ് അവരുടെ സുരക്ഷ അപകടത്തിലായത്. അപ്പൊ ഇതാണ് ലോകത്തിന്റെ ഒരു വിധി വൈപരീത്യം പോലെ നടക്കുന്നത്. സുരക്ഷയ്ക്കായി കൊണ്ടുവന്നതൊക്കെ സുരക്ഷയ്ക്കെതിരാവുകയാണ്. അമേരിക്കയുടെ താവളങ്ങൾ ഉള്ളതാണ് ഇപ്പോൾ ഈ രാജ്യങ്ങൾക്കൊക്കെ അപകടമായിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ജാതിയില്ല, മതമില്ല, കാരണം പരസ്പരം ആക്രമിക്കുകയാണ് എല്ലാവരും. അപ്പൊ ഇതൊരു ഒരു യുദ്ധം എന്ന് പറയുന്നത് ലോകത്തിന് ഏറ്റവും വിനാശകരമായ ഒരു കാര്യമാണ്, മാനവികതയ്ക്കെതിരാണ്. അത്തരം കാര്യങ്ങൾ ഇനിയെങ്കിലും ഉണ്ടാകാതിരിക്കാൻ ആഗോള തലത്തിലൊരു കൂട്ടായ്മ ഉണ്ടാവണം. പക്ഷെ അതിന് ഐക്യരാഷ്ട്രസഭ അടക്കമുള്ളവയെ ട്രംപിന്റെ ഏകപക്ഷീയമായ നീക്കങ്ങൾ അതിന്റെ പ്രസക്തി തന്നെ ഇല്ലാതാക്കുകയാണ്. നമുക്കറിയാം, ഗാസയിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം അദ്ദേഹം ഒരു സമാധാന ബോർഡ് ഉണ്ടാക്കി. അതൊക്കെ ഐക്യരാഷ്ട്രസഭയ്ക്ക് കൃത്യമായി എതിരാണ്. ഇപ്പൊ ഇവിടെയും ഇതെല്ലാം നടക്കുകയാണ്. യുദ്ധങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടക്കുന്നു. 4 വർഷം കഴിഞ്ഞിട്ടും ഉക്രൈനില് ഒരു വിജയം നേടാൻ റഷ്യക്ക് കഴിയുന്നില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പൊ യുദ്ധം കൊണ്ട് ഏതാനും കുറച്ചു പേർക്ക് മാത്രമാണ്, ഭരണകർത്താക്കൾക്കും അല്ലെങ്കിൽ ആയുധ കച്ചവടക്കാർക്കും ഒക്കെയാണ് അതിന്റെ ലാഭം. അതായത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന രാജ്യങ്ങളും ഉണ്ട്. അപ്പൊ ഇതൊരു അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് ലോകക്രമം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇത്തരം യുദ്ധങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുരന്തങ്ങളിലെ തിരിച്ചറിവുകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോ പറയാൻ കഴിയുള്ളൂ. ഇത് എന്തായാലും അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ്. എന്ന് അവസാനിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയാത്തൊരു സ്ഥിതി. അവസാനിപ്പിക്കാനായിട്ട് ഒരുപക്ഷെ ഇറാനും അമേരിക്കയ്ക്കും ഒക്കെ ആഗ്രഹം കാണും. പക്ഷെ എന്തുകൊണ്ടോ അതിന് കഴിയാത്തൊരു സ്ഥിതിയുണ്ട് ഇപ്പോ. തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ വഷളാവുകയാണ്. നമുക്കറിയാം, പെട്രോൾ, ഡീസൽ, പാചകവാതക വില കൂടുന്നു, ക്ഷാമം കൂടുന്നു. പെട്രോൾ വില ഇപ്പൊ തന്നെ $115-110 മുകളിലേക്ക് എത്തി ബാരലിന്. അത് $150 മുകളിലേക്ക് എത്തിയേക്കാം. രൂപയുടെ വില തകർച്ച ഇന്ത്യയെ സംബന്ധിച്ചോളം വലിയ തിരിച്ചടിയാണ്. കാരണം അത് $93 ഡോളറിനെതിരെ 93 കടന്നിരിക്കുകയാണ്.
എല്ലാ തരത്തിലും വിമാന ടിക്കറ്റുകൾ കൂടുന്നു, ആളുകൾക്ക് എത്താൻ പറ്റാതാവുന്നു, ആശങ്കകൾ ഒരു വഴി കൂടെ, ആവലാതികൾ വേറൊരു വഴി കൂടെ, ദുരിതങ്ങൾ പലതരത്തിൽ വരികയാണ്. അപ്പൊ അതൊരു യുദ്ധത്തിന്റെ നഷ്ടം മാത്രമേ ഉള്ളൂ, നേട്ടം ആർക്കും ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടുള്ളത് എത്രത്തോളം ബാധിക്കുന്നുണ്ട്? ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്, അതായത് ഈ US-നും സഖ്യകക്ഷികൾക്കും ഒഴികെ എല്ലാവർക്കും തന്നെ ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകിയിട്ടുണ്ടെന്നാണ് ഇറാന്റെ വാദം. അങ്ങനെയാണെങ്കിൽ ഈ അമേരിക്കയെ എത്രത്തോളം ഇത് ബാധിച്ചേക്കാം? തീർച്ചയായിട്ടും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം കയ്യിലെടുക്കാമെന്നാണ് അമേരിക്കയും അല്ലെങ്കിൽ ഇസ്രായേലും കരുതിയിരുന്നത്. അത് അത്ര എളുപ്പത്തിൽ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കെതിരാണ്. കാരണം മറ്റു രാജ്യങ്ങൾക്ക് കുറെ കൂടെ അനുമതി തരുന്നു. ഇപ്പം ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാൻ പോലും അമേരിക്ക അനുവാദം നൽകിയിരിക്കുകയാണ്. അപ്പൊ അവർ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയല്ല, അവര് ഉണ്ടാക്കി വെച്ച നിയന്ത്രണങ്ങൾ അവർക്ക് തന്നെ മാറ്റേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഇറാനിൽ നിന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇപ്പൊ എണ്ണയും പ്രകൃതിവാതവും ഒക്കെ വാങ്ങാവുന്ന ഒരു സ്ഥിതിയായിരിക്കും. അപ്പൊ ആ കാര്യങ്ങള് കൈവിട്ടുപോയി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്നു. ഇപ്പോൾ ഈ അമേരിക്കയുടെ താല്പര്യങ്ങളാണ്. കാരണം അമേരിക്കയുടെ എണ്ണ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വിറ്റ് കാശുണ്ടാക്കാമെന്ന് കരുതിയ ഡൊണാൾഡ് ട്രംപിന് ഇപ്പൊ അമേരിക്കയുടെ എണ്ണ ഇവിടെ എത്തിക്കാൻ മാർഗമില്ല. അപ്പോ ആ ഹോർമുസ് കടലിടുക്കിലൂടെയാണ് നമുക്കറിയാം ലോകത്തിന്റെ വലിയൊരു എണ്ണ പ്രകൃതിവാതകമടക്കമുള്ളവ കടന്നു വരുന്നത്. അത് അവിടെയാണ് തടസ്സമുണ്ടായിരിക്കുന്നത്. അപ്പൊ അതിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കാമെന്ന് കരുതിയെങ്കിലും അത് കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, അതിപ്പോഴും ഇറാൻ ഉദ്ദേശിക്കുന്നത് പോലെ കൊണ്ടുനടക്കാൻ പറ്റുന്നു. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. അവിടെയൊക്കെ കപ്പലുകൾ മുക്കുന്നു, അന്തർവാഹിനി വഴി ആക്രമണം നടത്തുന്നു. ഇതെല്ലാം നടത്തിയിട്ടും ആകാശ നാവിക ആക്രമണങ്ങളൊക്കെ നടന്നിട്ടും ഒന്നും അതെന്ന് മാത്രമല്ല, ഇറാനിലൊരു ഭരണമാറ്റം നടത്താനുള്ള പ്രധാന ലക്ഷ്യത്തിലേക്ക് പോലും കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതൊരു ഒരു കരയുദ്ധം അത്ര എളുപ്പമല്ല. കരയുദ്ധം ഇല്ലാതെ അത്തരത്തിലുള്ളൊരു ഭരണമാറ്റം എളുപ്പവുമല്ല. അപ്പൊ ഇതെല്ലാം നമുക്കറിയാം, വെനസ്വേല ചെയ്തത് വേറൊന്നാണ്, യുദ്ധമല്ല, അതൊരു തെമ്മാടിത്തം മാത്രമാണ്. ഒരു രാജ്യത്ത് കടന്നു കയറിയ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ കടത്തിക്കൊണ്ട് പോവുക. ഈ നിലവിലൊക്കെ ഒരു വഴി കൂടെ സമാധാനം പറയുകയും മറുവഴി കൂടെ കടുത്ത യുദ്ധത്തിന് വേണ്ടിയുള്ള ഏതൊരു മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്ന നടപടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. കാരണം നയതന്ത്രപരമായി മാത്രമല്ല, ഏത് പക്ഷം ചേരാനും അപകടകരമായ ഒരു സ്ഥിതിയിലാണ്. പറ്റിയ തെറ്റുകൾ ഇന്ത്യക്കും പറ്റിയിട്ടുണ്ട്. കാരണം സമയത്ത് ഇറാനിയെ കൊമൈനി എന്നുള്ളതല്ല, ഒരു രാജ്യത്തിന്റെ പരമാധികാരമുള്ള ഒരു രാജ്യത്തിന്റെ തലവനെ മറ്റൊരു രാജ്യം വധിക്കുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കാവുന്നതല്ല. അതൊക്കെ ലോകക്രമത്തിന് വലിയ അപകടങ്ങൾ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ അതൊക്കെയാണ് നടന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ദുരന്തങ്ങൾ ലോകരാജ്യങ്ങൾക്കെല്ലാം നേരിടേണ്ടി വരും. ശ്രീ ജോർജ് കള്ളിവേലിൽ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.